SNDP-യുമായി ഐക്യം ചേർന്നാൽ സമദൂര നിലപാട് തെറ്റുമെന്ന NSS. ഐക്യവുമായി മുന്നോട്ടു പോകേണ്ടെന്ന NS ഡയറക്ടർ ബോർഡ് അംഗം യോഗം തീരുമാനിച്ചു. ഐക്യ ചർച്ചയ്ക്കായി തുഷാർ വെള്ളാപ്പള്ളി വരേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കി. NSSന്റെ സമദൂര നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് SNDP-യുമായുള്ള ഐക്യ തീരുമാനത്തിൽ നിന്നും NSS പിൻവലിയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ സമുദായ സംഘടനകളോടോ നിലപാടിൽ യോജിക്കുന്നത് സമദൂരം തെറ്റുന്നതിന് കാരണമാകും. അതിനാൽ SNDP-യുമായുള്ള ഐക്യം പ്രായോഗികമല്ല. ഐക്യ പിൻവാങ്ങലിൽ രാഷ്ട്രീയ ലക്ഷ്യ സംശയങ്ങൾ ഉൾപ്പെടെ G. സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടുന്നു. ഐക്യ ചർച്ചയ്ക്കായി തുഷാർ വെള്ളാപ്പള്ളി വരേണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും G. സുകുമാരൻ നായർ വ്യക്തമാക്കി. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങൾ ഇതെല്ലാം അങ്ങനെ തുറന്ന് പറയാനായിട്ടിരിക്കുകയില്ല. അത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ. സമദൂരം എന്നുള്ള ഒരു കാര്യം നടക്കില്ല. രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുമ്പോൾ സമദൂരത്തിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം തോന്നുകയില്ല. അത് നടപ്പാകുമോ? അത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ അതിൻ്റെ ആ യോജിപ്പിൻ്റെ പിന്നിൽ ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു. NSS SNDP ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്നായിരുന്നു G. സുകുമാരൻ നായർ നേരത്തെ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇന്ന് പെരുന്നയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഐക്യം വേണ്ടെന്ന് തീരുമാനിച്ച ശേഷവും ഹൈന്ദവ സമൂഹം ഒന്നിക്കേണ്ടത് അനിവാര്യതയെന്ന് സുകുമാരൻ നായർ പറയുന്നുണ്ട്. ഐക്യം പ്രായോഗികമല്ലെന്ന തീരുമാനം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഒന്നിച്ചെടുത്തതാണെന്നും ഐക്യ നീക്കവും എതിരഭിപ്രായവും ബോർഡിൽ അറിയിച്ചത് താൻ തന്നെയെന്നുമാണ് G. സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. ജനം, കോട്ടയം.